ഹായ് എവ്രി വൺ, എൻ്റെ പേര് ഷിനു എന്നാണ്. ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളാണ്. പ്രോ ലെവൽക്കൊന്നുമല്ല, ഒരു നോർമൽ ബോഡി ബിൽഡറാണ്. അത്യാവശ്യം ഫിസിക്കെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. ഏകദേശം ഒരു 10 വർഷത്തോളമായി ഞാനിങ്ങനെ ജിമ്മെല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു തവണ 2022 മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അതിൽ 4th 55 കിലോ കാറ്റഗറിയിൽ 4th പ്ലേസ് ചെയ്തു. അത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ കോമ്പറ്റീഷനാണ്. പിന്നെ കോമ്പറ്റീഷനുകളെല്ലാം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. അപ്പോഴത്തേക്കും ഞാൻ ഖത്തറിലോട്ട് കയറി വന്നു. ജിമ്മിലും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു വ്ളോഗ് കൂടി ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ്. ഇന്ന് ഡേ 2. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ബാക്ക് ബൈസെപ്സാണ്. ഞാൻ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡെഡ് ലിഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ കോച്ചാണ് പറഞ്ഞത് ഡെഡ് ലിഫ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ബാക്ക് മസിൽസിൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതോടുകൂടി എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബാക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ബാക്ക് മസിൽസ് കുറച്ച് വൈഡാകുക മാത്രമല്ല, ഓവറോൾ ബോഡി മൊത്തത്തിലൊരു സ്ട്രെങ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഡെഡ് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. നമ്മുടെ നാട്ടിലെ ജിമ്മിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ എന്നെ സമ്മതിക്കില്ലായിരുന്നു. കാരണം നടുവിന് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഡെഡ് ലിഫ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. പ്രോപ്പറായിട്ട് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലും അത് ഒരിക്കലും നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഈഗോ ലിഫ്റ്റേഴ്സ്. അവരൊരുപാട് വെയിറ്റ് ഇട്ടിട്ട് അവരെന്തൊക്കെയോ വലിച്ച് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. പക്ഷേ അതവർ മനസ്സിലാക്കുന്നില്ല. ആഫ്റ്റർ അവർക്ക് വരാൻ പോകുന്നത് ഭയങ്കര ജോയിൻറ്റ് പെയിൻസ്, മസിൽ ക്രാമ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ജിമ്മിൽ ഒരാൾ അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ഓവർ വെയിറ്റ് ഇട്ട് കളിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവൻ എത്ര വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊക്കെ വെയിറ്റ് ഇട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്യും. ചെയ്യുന്ന ഓരോ വർക്കൗട്ടുകളും അത് പ്രോപ്പറായിട്ടുള്ള വേ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. ഇഞ്ചുറീസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് പയ്യെ വെയിറ്റ് കൂട്ടി നമ്മുടെ സ്ട്രെങ്ത്ത് കൂട്ടുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മസിൽ വോളിയം കൂട്ടി നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വീക്കിലി 2 ദിവസം ഓഫ് കൊടുക്കാറുണ്ട്, റെസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് വ്യാഴാഴ്ച ഉച്ച വരെയുള്ള ഡ്യൂട്ടി, വെള്ളിയാഴ്ച ഓഫാണ്. അപ്പോൾ വ്യാഴവും വെള്ളിയും ഫുൾ ഡേ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന എൻ്റെ വർക്കൗട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, ട്രൈസെപ്സ്, പിന്നീട് ബാക്ക്, ബൈസെപ്സ്, ശേഷം ഷോൾഡേഴ്സ്, ലെഗ്സ് സെപ്പറേറ്റ് ഓരോ ഡേ. അങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ വർക്കൗട്ട് ചെയ്തതോടുകൂടി എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ നാട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ സിംഗിൾ ബോഡി പാർട്സിന് മാത്രമായിട്ടാണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് അത് ഡബിൾ പാർട്സ് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി.
പ്രോപ്പർ കറക്റ്റ് ആംഗിളിൽ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങോട്ട് ക്യാമറ പിടിച്ച് പോയാലും എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ജിമ്മിലാരും അങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഒരാൾ. എല്ലാവരും ഒരു ഏലിയനെ കാണുന്ന പോലെയാണ് എന്നെ ഇങ്ങനെ നോക്കി കാണുന്നത്. ഇത് ഏതാ ഇവൻ എന്നുള്ളൊരു ഭാവത്തിലാണ് നോക്കുന്നത്. ഓരോ ബോഡി പാർട്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ് കൊടുക്കുന്നത് ഒരു ശീലമാണ്. അത് ഒരു കണക്കിന് നല്ലതാണ്. നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പമ്പിങ് കൂടി കാണുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഇങ്ങനെ ഈ പോസ് കൊടുക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന വേറെ പലരും ഇങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് ഒരു വല്ലാത്ത നോട്ടം നോക്കും. ഇവനെ ഏതാ ഈ ജാടത്തുണ്ട് എന്നുള്ള നോട്ടം മൈൻഡാക്കണ്ട. നമ്മുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ കാര്യം നോക്കി നമ്മുടെ പമ്പിങ്ങിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഈ ടീ ബാറിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറെ 2 ആംഗിളിലാണ് വീഡിയോ എടുത്തത്. പക്ഷേ വീഡിയോ എടുത്തിട്ട് ഞാനത് റീപ്ലേ അടിച്ച് നോക്കാൻ മറന്നുപോയി. വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ തലയില്ല. പിന്നെ തോന്നിയത് വേണ്ടാന്ന്. അതുകൊണ്ട് ടീ ബാറിൻ്റെ ഒറ്റ റൗണ്ട് റെപ്പടിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡബിൾ ബോഡി പാർട്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒറ്റ ബോഡിക്ക് ഏകദേശം ഒരു 4 വർക്കൗട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു 4-3 ഒരു ബോഡി പാർട്സിന് 4 വർക്കൗട്ട്, മറ്റേ ബോഡി പാർട്സിന് 3 വർക്കൗട്ട്, അങ്ങനെയുള്ള രീതിയിലാണ് കൊടുക്കാറ്. പിന്നെ ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ മൈ മൂഡ് അനുസരിച്ചിരിക്കും. മൂഡ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ 4-4, ചിലപ്പോൾ 4-5 അങ്ങനെയെല്ലാം പോകും. ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഭാഗം നല്ല പമ്പിങ് നമുക്ക് ഫീൽ ചെയ്യും. ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നൊരു സാധനം ബോഡി ബിൽഡിങ്ങിൽ, വർക്കൗട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള പേഷ്യൻസ് വേണം. ഒരു നാച്ചുറൽ ബോഡി ബിൽഡ്, നമുക്ക് ഒരു ഇത്തിരി തടിയുള്ള ഒരാൾ, അദ്ദേഹത്തിന് തടി കുറയ്ക്കണം, നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡയറ്റിലെല്ലാം നല്ല നല്ല വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തും. നമുക്ക് തോന്നുന്ന പോലെ ഫുഡൊന്നും അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പറ്റില്ല. ഒരു നല്ല റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാകും, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നെല്ലാം. റിസൾട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഏത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്വയം ഒന്ന് ചിലപ്പോൾ കാലറീസ് എന്നെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര കാലറി ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്. ആഫ്റ്റർ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. വെറുതെ വാരി വലിച്ച ഫുഡുകളൊന്നും നമ്മളങ്ങനെ കഴിക്കാൻ നമുക്ക് തോന്നില്ല. ഞാനിപ്പോൾ ബൾക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് 68 കിലോ ആണുള്ളത്. അപ്പോൾ മാക്സിമം ബോഡി വെയ്റ്റ് എത്തിക്കുക, മാക്സിമം ബൾക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ എന്താ പറയുക, സപ്ലിമെൻറ്റ്സ്, അതുപോലെ ഫുഡ്, ഡയറ്റ് എല്ലാം ഭയങ്കര എക്സ്പെൻസാണ്. നമ്മുടെ നാട് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസാണ്. നമ്മുടെ നാട് ചീപ്പാണ്, വളരെ ചീപ്പാണ്. ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറങ്ങുന്നത് 2022 മിസ്റ്റർ മലപ്പുറം.
അത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മെഡിസിൻ യൂസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ 55 കാറ്റഗറിയിലാണ് ഇറങ്ങിയത്. 55 കാറ്റഗറിയിൽ 4th പ്ലേസ് ചെയ്തു. അതെനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഒരു അത്ര നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കുക, അതുണ്ടാക്കിയിട്ട് ഫസ്റ്റ് ടൈം ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ഭയങ്കരമാണ്. Yes, Oscar. Easy. Okay. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. ഓ എൻ്റെ പൊന്നെ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ആളുകൾ ഇല്ലാത്ത സ്ഥലം നോക്കി നിൽക്കണം. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതി പാടില്ലല്ലോ. ഞാൻ കൂടുതലും പാർട്ട്ണറില്ലാതെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ കൂടെ പാർട്ട്നേഴ്സായിട്ടുള്ളവർ നമുക്ക് അവരുടെ സമയത്തിനും വേണ്ടിയിട്ട് നമ്മുടെ സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഞാൻ ചിന്തിച്ചത് ഒറ്റയ്ക്ക് പോകാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ മച്ചന്മാരുണ്ടാവും ജിമ്മിൽ. കുഴപ്പമില്ല, അവർ സ്പോട്ട് ചെയ്ത് തരും. വീഡിയോ എടുക്കണേ. എല്ലാവരും എന്നെ ഡെയിലി பார்க்கலாம். നമ്മളെപ്പോഴും അവസാനം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളെ ഫെയിലാക്കുന്ന അവസാനത്തൊരു റെപ്പുണ്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ്. അത് കുറച്ച് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫീൽ ഓസം, റിയലി ഓസം. Dropping bodies in the place to
down. Can't fuck with this, I'm going to try. But when the bullets fly, I'm the last one to die. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കലാസ് മുടിഞ്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പമ്പിങ് ഉണ്ടായിരുന്നു. ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.